കോലത്തിൽ പോയാൽ നമ്മുടെ അങ്ങാടികളൊക്കെ നായകൾ കൂടുതലും മനുഷ്യന്മാർ കുറവാകുന്ന അവസ്ഥയാണുള്ളത്. മനുഷ്യന്മാർക്ക് അവകാശികളാണ് ഈ നായ്ക്കൾ. ആണ് പക്ഷേ അവർക്ക് കുടുംബാസൂത്രണമല്ലല്ലോ, നമുക്ക് കുടുംബാസൂത്രണമല്ലേ. അപ്പോൾ നമ്മളെന്തായാലും നമുക്കൊരു പോപ്പുലേഷൻ ലിമിറ്റ് ഉണ്ട്. ഓൾക്ക് അൺലിമിറ്റഡ് അല്ലേ, അൺലിമിറ്റഡ് ചിൽഡ്രൻ. അപ്പം മിക്കവാറും അതുപോലത്തെ ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഈ നായകളും പട്ടികളും നാട് ഭരിക്കുന്ന കാലം വരും. മനുഷ്യന്മാർ പോലെ പിറകെ നിൽക്കേണ്ടി വരും. നായ ഈ ഭൂമിയുടെ അവകാശിയാണ്, അവർ വളരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ നായയും പട്ടിയൊക്കെ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. മനുഷ്യന് മാത്രമേ കോൺഷ്യസ്നെസ് ഉള്ളൂ. അത് ഈ പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യനേക്കാളും വലിയൊരു ക്രിയേഷൻ വേറെ അല്ല. അതുകൊണ്ട് എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ബട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പറയൂ. ജീവിതം നായി നക്കുക. ഓക്കെ. സമുദ്രത്തിലെത്തിയാൽ നായി നക്കിയെ കുടിക്കൂ. പറയാൻ കാരണം എന്താ അറിയോ? ഇത്ര സമൃദ്ധി ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വളരെ പിശുക്കിയാണ് ഉപയോഗിക്കുക. ഓൽ പറ്റിയാണ് എന്ത് പറഞ്ഞത്, സമുദ്രത്തിലെത്തിയാൽ നക്കിയെ കുടിക്കൂന്ന്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ഈ പാവം നായൻ എങ്ങനെ ഇട്ട് കളിയാക്കണ്ടായിരുന്നു. ഇക്കാലത്തിൽ ഞാൻ നായൻ്റെ കൂടെയാണ്. പക്ഷെ ഒന്നും കിട്ടോ, അതിനോട് ഇത്ര സ്നേഹമുള്ളൊരു ജീവി വേറല്ലോ കേട്ടോ നായൻ്റെ അത്ര. അത് നല്ല ജീവിയാണ് നായ.